എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്കിറങ്ങി നടക്കുക, പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും ഭംഗി. എല്ലാ ദിവസവും വീഡിയോ എടുക്കാം, അപ്പൊ ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആകും. മിണ്ടത്തില്ല. വെരി ഗുഡ്. Hey guys, welcome to the two of us. I'm Anshu. ഇന്ന് ഉജി ഇല്ല, ഉജി ജോലിക്ക് പോയേക്കുവാണ്. ഇവിടെ വീട്ടിലും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം, എന്നാന്നൊക്കെ ഉള്ളത് നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഒരു പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഞാനിത് യൂഷ്വലി ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് എന്നാന്ന് നിങ്ങളെ കൂടെ കാണിക്കാം. സോ കം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അങ്ങനെ വേണ്ടല്ലേ? സോ ലെറ്റ്സ് കം ലെറ്റ്സ് സ്പെൻഡ് എ ഡേ വിത്ത് മീ. ഇതിലെനിക്കിഷ്ടമുള്ള ഞാൻ എടുക്കാം. എൻ്റെ വീടിൻ്റെ ഡെക്കിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇത് കണ്ടപ്പോൾ ഞാൻ എന്താണെങ്കിലും ഡിസൈഡ് ചെയ്തു ഇന്ന് പുറത്ത് പോയേ പറ്റുള്ളൂ എന്ന്. ഇതൊരു അൺയൂഷ്വൽ ഡേ ആണെന്ന് പറയാൻ കാരണം ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുക എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഞാനിപ്പോൾ കാണിക്കാം. ഞാനിപ്പോൾ എന്ത് സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും ഭംഗി. അത് നോക്കിയേ, അവിടെ രണ്ട് ചേഴ്സ് ഇട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വീടുണ്ട്, അവരുടെ പ്രൈവറ്റ് ഡോക്കാണത്. എന്ത് രസമായിരിക്കും അല്ലേ? അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. ഐ വാസ് പ്രേയിങ് ഇവിടെ ആരും ഉണ്ടാവില്ലേന്ന്. ഭാഗ്യത്തിന് ഇവിടെ ആരും ഇല്ല. അപ്പം എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കുക. യാ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കാനഡ വന്നിട്ട് ഇപ്പോൾ ഒരു 3 months കൂടെ കഴിയുമ്പോഴത്തേന് 5 years ആവും. 5 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ടില്ല. ആ ഒരു റിയലൈസേഷൻ എനിക്ക് ഇങ്ങനെ ഹിറ്റ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, സീരിയസ്ലി ഇപ്പം ഞാൻ എന്തോരം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം. ഇപ്പം ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈവൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഇപ്പം ഞാൻ പുറത്തിറങ്ങാൻ ഉള്ള കാര്യം, ഞാൻ എൻ്റെ വീടിൻ്റെ ഡെക്കിലോട്ട് നിന്നപ്പോഴത്തേന് അപ്പുറത്തൊക്കെ ഫുൾ കളേഴ്സ്. അപ്പോൾ എനിക്കറിയാം ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര കളർഫുൾ ആയിരിക്കും. നമ്മൾ 400+ kilometers നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയി കേപ്പ് ബ്രിട്ടനിൽ, അവിടെ കളേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഇത് എനിക്ക് തോന്നുന്നു 1 kilometer ഇല്ല. ഞാൻ അത്രയൊന്നും നടന്നില്ല. ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനത് റിഗ്രറ്റ് ചെയ്യും. ബിക്കോസ് ഞാനൊരു 3 days ആയി ഇപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിന് ഓഫ് ഈ വെൻസ്ഡേ ആണ്. അപ്പോഴത്തേന് ഈ ഇലയൊക്കെ പോകും. അപ്പം ഇപ്പം ഞാൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ പിന്നെ എനിക്കിതിനി കാണാൻ പറ്റത്തില്ല. എനിക്ക് പേടിയാണോ എന്താണോ എന്നറിയത്തില്ല. ഞാൻ അതിനൊന്നും പ്രത്യേകിച്ച് ഒരു എഫേർട്ടൊന്നും എടുക്കാറില്ല. പക്ഷേ ഇന്നിപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഇറ്റ് ഫീൽസ് സോ റിഫ്രഷിങ്. എന്നെപ്പോലെ ആരെങ്കിലും മടി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. കാരണം ഞാൻ കാണിച്ചു തരാം, ഇത് ഞാൻ മിസ് ചെയ്തായിരുന്നെങ്കിൽ, ബിക്കോസ് എത്രത്തോളം വീഡിയോയിൽ എനിക്ക് ഭംഗി ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഐ വിൽ ഷോ യു. അപ്പം എൻ്റെ മമ്മി വിളിച്ചു. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പുറത്താണ്, ഞാൻ ഒറ്റയ്ക്ക് വന്നു. ഞാൻ ഇങ്ങനെ അതിൻ്റെ മെയിൻ പ്രശ്നം എന്താ, വീട്ടിൽ നമ്മളെങ്ങും ഇങ്ങനെ അയ്യോ കുഞ്ഞാണേ എങ്ങും പോവല്ലേ, അതെടുക്കല്ലേ ഇതെടുക്കല്ലേ. 30 വയസ്സാവും 5 മാസം കൂടെ കഴിയുമ്പോൾ. എന്നിട്ടും ഇങ്ങനെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നെന്ന് പറയുമ്പോൾ അയ്യോ മോനെ അവിടെ ആരുമില്ല, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും. അപ്പം ഞാൻ ഇവിടെയൊക്കെ കാണിച്ചില്ല, മീ റോഡാ. അപ്പം എന്നത് അപ്പുറത്തൊക്കെ വീടുണ്ട്, ഇല്ല ആരെങ്കിലും ഇങ്ങനെ മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ മമ്മി എന്തൊരു അതിശയമായല്ലേ ലീവ്സിൻ്റെ ഒക്കെ കളർ മാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടും വീണ്ടും ടെൻഷൻ, വേഗം വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞു വീടിന്ന് ഒരു 500 meters ഇല്ല ഇത്, എന്നാലും വേണ്ട, വേഗം വീട്ടിൽ പോ മോനെ. എന്നാലും ആരും ഇല്ലാതെ മോനെ ഇറങ്ങിയല്ലോ. ഇറങ്ങിയോണ്ട് കാണാൻ പറ്റി. സി, ഈ ലീവ്സ് ഒക്കെ ഓൾറെഡി പോയി തുടങ്ങി. ഒരു 2 ദിവസം കൂടെ ഞാൻ അവന് ലീവിന് വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നേന്. കണ്ടോ, അവൾ ഓൾറെഡി ഇങ്ങനെ കരിഞ്ഞൊക്കെ തുടങ്ങി. എനിക്കിതാ ഈ പ്ലേസ് ഒത്തിരി ഇഷ്ടമായി. ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ ഇതാ കാണുന്നത് ഭയങ്കര ഭംഗിയായത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ.
ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ ആരും ഉണ്ടാവില്ലേ, ബിക്കോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയിന്. ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. അവരെന്ത് എനിക്കറിയത്തില്ല, ഞാൻ എന്തൊക്കെയൊന്നും വിചാരിച്ച് കൂട്ടും. അതൊക്കെ ഇനി മാറ്റണം. ആക്ച്വലി പതിയെ പതിയെ മാറി വരുന്നു അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഭാഗ്യത്തിന് ഇവിടെ ആരും ഇല്ല. ബിക്കോസ് ഇന്ന് ഇച്ചിരി ക്ലൗഡി ഡേ ആണ്. ഇപ്പോൾ ക്ലൗഡി ആയിട്ട് തന്നെ ഇത്ര ഭംഗി. അപ്പോൾ സണ്ണി ഡേ ആണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിന്നിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ. ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്നു. ഇനി ഞാൻ വീട്ടിൽ പോവാം. എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൽ ബോക്സ്. ഓരോ ലൊക്കാലിറ്റിക്കും ഇതുപോലെ ഓരോന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അത് കുറച്ച് നമ്പേഴ്സ് ഇല്ലേ, അപ്പോൾ ഓരോ ബോക്സ് ഓരോ വീടിനും അസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കീയും നമ്മുടെ തന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ലെറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുമല്ല, അത് ഈ ബോക്സിൽ ഇടുക ചെയ്യാറ്. പിന്നെ ഫോളിൻ്റെ സമയത്ത് ഇങ്ങനത്തെ വ്യൂസൊക്കെ കാണണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷനിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ റോഡ്സ് തന്നെ ഫുള്ളി കളർഫുള്ളാണ്. ഇത് റോഡാണ്, ആരുടെയും പ്രോപ്പർട്ടി ഒന്നും അല്ല. നോക്ക്, ആപ്പിള്. പിന്നെ ഇവിടെ ഹാലോവീൻ വരുവാണല്ലോ, സോ കൂടുതൽ വീടിൻ്റെയും ഫ്രണ്ടിൽ ഇതുപോലത്തെ ഹാലോവീൻ റിലേറ്റഡ് ഡെക്കറേഷൻസ് ചെയ്തിരിക്കുന്നതേ നമുക്ക് കാണാം. പിന്നെ ഇവിടുത്തെ സ്കൂൾ ബസ്സിന് നമ്മുടെ നാട്ടിലത്തെ പോലെ സ്കൂളിൻ്റെ പേരൊന്നും എഴുതത്തില്ല, ജസ്റ്റ് സ്കൂൾ ബസ് എന്ന് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഞാനിപ്പോൾ വീടെത്തി. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. ഇന്ന് വൈകുന്നേരം വരുമ്പം എനിക്ക് പറയണം. അപ്പം എനിക്ക് കാണാം അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്. ഭയങ്കര പ്രൗഡായിരിക്കും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ. ഇപ്പം ഇന്നിപ്പോൾ ഉച്ചയല്ല വൈകുന്നേരമായി. ഞാൻ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ലഞ്ച് കഴിക്കണമെങ്കിൽ ലഞ്ചിന് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് ഒരു മീൻ കറി വെക്കാനാണെന്ന് അൽഷോയും. ഞാനിന്ന് ഇതാണ് കറി വയ്ക്കാൻ പോണത്. ഇത് ട്യൂണ ഫിഷാണ്. ഞാൻ പുറത്ത് പോകുന്നതിന് മുന്നേ, ഇത് ഫ്രോസൺ ആയിരുന്നു, അപ്പോൾ പുറത്ത് പോകുന്നതിന് മുന്നേ വെള്ളത്തിലിട്ടിട്ട് പോയത് അതൊന്ന് മെൽറ്റ് ആവാൻ. അപ്പം ഞാൻ മീനൊക്കെ പീസാക്കി വെച്ചു. പിന്നെ ഉള്ളിയും ജിഞ്ചറൊക്കെ വൃത്തിയാക്കാം. ഇത് ഈ വീടിൻ്റെ താഴത്തെ കിച്ചണാണ്. മുകളിൽ 2 കിച്ചണുണ്ട്, മുകളിലും ഉണ്ട്. നമ്മൾ ഈ വീട് ഫുൾ റെൻറ്റ് ചെയ്തേക്കുക. അപ്പം ഇവിടെയുണ്ട് കിച്ചൺ, മുകളിലുണ്ട് കിച്ചൺ. അതൊന്നും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കുക്ക് ചെയ്യാം. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ മീൻ കറിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസിപ്പി അങ്ങനെയൊന്നുമില്ല. എനിക്കപ്പം എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ അത് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തേക്കുന്നത് എന്നാന്ന് വെച്ചാൽ പുളി, അതിനകത്ത് ഇച്ചിരി ഉപ്പ്, വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുവാണ്. അപ്പോൾ ആ മീൻ ടൈമിൽ ഞാനിതൊക്കെ അരിഞ്ഞെടുത്തിട്ട് ചെയ്യും. ഇപ്പം ഞാൻ വേറെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് തോരനും കൂടെ വെക്കണം. ചോറും ഇല്ല, ചോറും ഇടണം. എല്ലാം ഞാൻ ചെയ്യട്ടെ. ഞാൻ ഇപ്പോഴാണ് ആ കാര്യം റിയലൈസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഇല്ല. കഴിഞ്ഞ ദിവസം ഗ്രോസറി ഷോപ്പിംഗ് പോയപ്പോൾ മേടിക്കാൻ മറന്നുപോയി. അത് എനിക്കറിയില്ല. ഇനി വെജിറ്റബിൾ ഓയിലിൽ ഉണ്ടാക്കണം മീൻ കറി. ഞാൻ കോക്കനട്ട് ഓയിൽ ഉണ്ടോയെന്ന് മുകളിലത്തെ കിച്ചണിലൊന്ന് നോക്കട്ടെ. യൂഷ്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ തീർന്നാൽ താഴെ നിന്ന് എടുക്കുക, അങ്ങനെയാണ് ചെയ്യാറ്. I cannot find coconut. So അപ്പോൾ അതും തീർന്നു. അപ്പം വെജിറ്റബിൾ ഓയിൽ നമ്മൾക്ക് മീൻ കറി ഉണ്ടാക്കണം. ഞാൻ ഒന്നും കൂടെ കാര്യമായിട്ട് നോക്കിയപ്പോൾ കിട്ടി. കുഴപ്പമില്ല. അപ്പോൾ മൈൻ ഇസ് എ വെരി സിമ്പിൾ മീൻ കറി. എത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഞാൻ തക്കാളി അങ്ങനത്തെ ഒന്നും എടുത്തില്ല. നമ്മളുടെ മീൻ കറി ഒരു 80% ആയി. അപ്പോഴത്തേന് ഞാൻ ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വയ്ക്കാമെന്ന് വെച്ചു. ഇത് ഞാൻ യൂഷ്വലി മീൻ കറി ഉണ്ടാക്കുന്ന പാത്രമല്ല. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതിനകത്ത് വേറെ എന്തോ ചെയ്തേക്കുക. അപ്പം ഞാനിതെടുത്ത് അതിനിത് ഇച്ചിരി ഗ്രേവി പോലെ കുറച്ച് കൂടുതൽ ചാറ് വെച്ചേക്കുന്നത്. ബിക്കോസ് എനിക്ക് ചപ്പാത്തി മീൻകറി ഇഷ്ടമാണ്, അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. സോ അതിനി ഒരു 20% കൂടെ ആവാനുണ്ട്. അപ്പത്തേന് നമ്മൾക്ക് ക്യാരറ്റ് ആൻഡ് ബീൻസ് തരണ്ടിരിക്കാം. ഈ സാധനം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതില്ലെങ്കിൽ ഞാൻ ക്യാരറ്റ് അറിയാനൊരു
മിനിമം 1 hour എങ്കിലും എടുക്കും. എനിക്ക് ഭയങ്കര പാടാണ് ക്യാരറ്റ് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ തന്നെ ഒരു ഈവൻ ആയിട്ട് നമുക്ക് കിട്ടൂലേ. ഇതാണ് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ മമ്മിക്ക് ഇത് മേടിച്ചു കൊടുത്തു. മമ്മി ഫുൾ ടൈം എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ബീൻസ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇത്തവണ ഞാൻ ചെയ്തു. എങ്ങനെയാണെങ്കിലും നമുക്ക് കഴിച്ചപ്പോരെ. തേങ്ങ നമ്മളിവിടെ ഫ്രോസൺ ഗ്രേറ്റഡ് കോക്കനട്ട് ആട്ടോ വാങ്ങുന്നത്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചു. ഇപ്പം ഞാൻ ക്യാരറ്റ് തോരൻ വെച്ച് തീർന്നു, മീൻകറിയും വെച്ചു. ഇപ്പം ഞാൻ ചോറ് കുക്കറിൽ വെച്ചു. യൂഷ്വലി ഞാൻ സൈമൾട്ടേനിയസ്ലി എല്ലാം ചെയ്ത് തീർക്കുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചെയ്യാന്ന് വെച്ചേ. ഞാൻ കഴിക്കാൻ പോവായിരുന്നു. ഫുഡൊക്കെ ആയി, ചോറൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചൊരു ഓംലെറ്റും കൂടെ ചെയ്യാമെന്ന്. ഞാൻ വിചാരിക്കുക എല്ലാ ദിവസവും വീഡിയോ എടുക്കാം, അപ്പം ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആകും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കറി അങ്ങനെ ഇതിൽ ഞാൻ സെറ്റിൽ ആവും. ഇനി ഞാൻ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് കഴിക്കാൻ പോവാ. നമ്മളെപ്പോഴും ടി വിയിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കണത്. അൻസൂബി ഉണ്ടായിരുന്നു. അൻസൂബി അന്ന് പുറത്ത് പോയ കഥയൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ കയറി. ഡിന്നർ ആയപ്പോഴാണ് ഫുഡ് ഉണ്ടാക്കി തീർന്നത്. അപ്പോൾ ഞാൻ ഡിന്നർ കഴിച്ചു. എന്നതാ ഇനി ഞാനിപ്പോൾ അവനെ വിളിച്ചു നോക്കി. അവനൊരു 3-4 മിനിറ്റ്സിലെത്തും. ഐ എം വെരി എക്സൈറ്റഡ്. ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോയി എന്ന് പറയുമ്പോഴത്തേനും അവൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് അത് എടുക്കാമെന്ന്. യൂഷ്വലി ഞാൻ അങ്ങനെ ഫോൺ വയ്ക്കുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ അവന് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. ഞാൻ വിചാരിച്ചു ഞാൻ ലാപ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തെങ്കിലും പണി എടുക്കുവാന്നാണ് വിചാരിച്ചിട്ടേ. അപ്പം ലെറ്റ്സ് സീ. ഞാൻ തന്നെ പോയി അവിടെ നടന്ന് ആ മരത്തിന്റെ ലേക്കിന്റെ അവിടെ. നല്ല കാര്യം. വെറുതെ കാട്ടിലെ കുത്തിയിരുന്ന് ഞാനത് പറയാൻ വരുമായിരുന്നു. ഫുഡൊക്കെ എപ്പോഴാണ് കഴിക്കുന്നത്? സമയത്തിന് ഇവിടെ വെറുതെ ഇരിക്കുമ്പോ വീട്ടിലിരിക്കുമല്ലേ, അടുത്ത് കഴിച്ചൂടെ? കളിക്കുന്നേ അല്ല, ഞാൻ അവിടെ നടന്നു പോയെന്നാ പറഞ്ഞേ. ഇപ്പഴല്ലേ കഴിച്ചത്? അത് ഞാൻ പറയാൻ വരുമായിരുന്നു. അപ്പൊ ഞാൻ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പറയാൻ വരുന്നു. അപ്പൊ എന്തായാലും മനസ്സ് പോയില്ലേ. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. നീ നല്ലവണ്ണം വാവെന്ന് പറഞ്ഞില്ലല്ലോ. വീഡിയോയിൽ എടുക്കാനായിരുന്നു വാവെന്ന് പറയുന്നത്. വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. ഞാൻ വിചാരിച്ചൊരു റിയാക്ഷൻ ഇവൻ തന്നില്ല. ഞാൻ മിണ്ടത്തില്ല. എനിക്ക് വിഷമമായി. പണിയെടുത്ത് 9 മണിക്കൂർ പണിയെടുത്ത് വന്ന് ഞാൻ മെന്റലി ഡ്രെയിൻഡ് ആയിട്ട് വരുന്നത് കൊണ്ട് ഞാൻ കുഴപ്പമില്ല. സംസാരിച്ചു വന്ന് ഞാൻ എന്നാലും എന്റെ മനസ്സ് നൊന്തു. ഞാൻ എൻകറേജ് ചെയ്തതല്ലേ, നല്ല കാര്യം. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യുവാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു റിയാക്ഷൻ ഇവൻ തന്നില്ല. ഞാൻ എന്നോട് മിണ്ടത്തില്ല, പിന്നെ എന്നെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് നിർബന്ധിച്ചു നിന്റെ വ്ലോഗിൽ എന്നെയും കൂടി ഒന്ന് കയറ്റാമോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ബൈ പറയാൻ വന്നിരുന്നു. ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് അങ്ങ് ഫുള്ളായി പോയായിരുന്നു. അപ്പം ഞാൻ വേഗം ക്ലിയർ ചെയ്തിട്ട് അപ്പം ഞാൻ വേഗം ബൈ പറയട്ടെ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടും. ബിക്കോസ് അവൻ അതിനകത്ത് ഇല്ലല്ലോ. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ ബൈ ഫ്രം the two first. See you with we'll be coming up with more videos. എന്തൊക്കെയാണ് പറയുന്നത്? ബൈ ബൈ.